ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് നമ്മളൊരു അടിപൊളി ചിക്കൻ കറിയാണ് വെക്കുന്നത്. നമ്മൾ ചിക്കൻ നല്ല കഴുകി ക്ലീനാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മളൊരു ഗരം മസാലയും നമ്മൾ ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കുരുമുളക് പൊടി ആവശ്യത്തിനായിരിക്കും അനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ മല്ലിപ്പൊടി അവരൊരാവശ്യത്തിന് നമ്മളൊരു 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇടുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അടുത്തതായി നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത്. നമ്മൾ അത്ര എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പം നമ്മൾ 2-2.5 ടേബിൾ സ്പൂൺ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. നല്ലതായിട്ട് അരപ്പെല്ലാം നല്ല ചിക്കനിൽ നല്ല മിക്സ് ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ചിക്കനിൽ അരപ്പ് പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലോട്ട് പോവാം. നമ്മൾ ആവശ്യത്തിന് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്തതായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്ത് ഓയിൽ ഒഴിച്ച് നമ്മൾ കടുകും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്തതായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ ഡയറക്റ്റ് ഇത് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റി ഒരു മിനിമം ഒരു ലൈറ്റ് കളർ ആവുന്ന വരെ നമ്മൾ ഉള്ളി നല്ല വഴറ്റണം. ഒരുപാട് ഇതാവണ്ട, ചിക്കൻ കറി ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് വഴറ്റി ഇതാവേണ്ട. അപ്പം മതിരിക്കും ചിക്കൻ കറി. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ പുരട്ടി വെച്ച ചിക്കൻ നമ്മൾ ഉള്ളി കുറച്ച് വാടി വന്നപ്പോൾ നമ്മൾ ഉള്ളിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എരി ഇനിയും വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമുക്ക് പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ചും കൂടെ വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മളൊന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചിക്കൻ നമ്മൾ പുരട്ടി വെച്ചപ്പോൾ ചിക്കനിൽ മാത്രമേ നമ്മൾ ഇട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊന്നും കൂടെ ആഡ് ചെയ്യുന്നത്. എരി വേണ്ടവർക്ക് അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇട്ട് നമ്മളൊന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ച് ചിക്കൻ കറി വേവിക്കുക. അങ്ങനെ ഫൈനൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്.